Hi dears, welcome to Aadish Creations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എഡ്രേക്കിലെ ജ്വല്ലറി സെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എഡ്രേക്കിലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചപ്പാത്തി സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു റൗണ്ട് മോൾഡ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ആ സൈഡൊക്കെ നമ്മുടെ വിരൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. കുറച്ച് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതൊരു റൗണ്ട് കട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആ സെൻറ്റർ ഭാഗത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ടൂൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് വീണ്ടും ഒരു റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് തന്നെ താഴേക്ക് നമുക്ക് ഇതുപോലെ കുറേ സിമ്പിൾസ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടെറാക്കോട്ട ജ്വല്ലറി സെറ്റാണ് ഇത്. കണ്ടോ, ഇത്ര നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ടൂൾ എടുത്തിട്ട് നമ്മുടെ ആ സെൻറ്റർ ഭാഗത്ത് റൗണ്ട് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു പോയിൻ്റിട്ട് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വീണ്ടും ഒന്ന് കുറച്ച് സിമ്പിൾസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് അവിടെ ഗ്യാപ്പുള്ള കുറേ ഭാഗമില്ല, ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കുറേ ഡോൾസ് ഇട്ട് കൊടുക്കാം. ടൂത്ത് പിക്ക് വെച്ചിട്ടും ഇതുപോലത്തെ ടൂളുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ കുറേ നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അതായത് ഡ്രൈ ആയതിന് ശേഷമുള്ള കേട്ടോ. താഴെ സ്റ്റിക്ക് ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലോക്കറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു കൊളുത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്ക് ബീഡൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. പിന്നെ ഞാൻ ഈ ഒരു ടൂൾ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയാം, നമുക്ക് ഈ ഒരു ബീഡൊന്ന് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു ടൂള്. ഞാനിപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് റേറ്റ് ഇപ്പോൾ എത്രയാണെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അന്ന് കുറേ നാളായി വാങ്ങിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബീഡ് നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സെൻറ്ററിലായിട്ട് അതിന് ഹോൾ ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൂളിൽ തന്നെ നമുക്ക് 3 ബീഡ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത് കേട്ടോ. അത് നല്ലതാണ്. നമുക്ക് ഈ ടെറാക്കോട്ട ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് അത്യാവശ്യം നല്ലൊരു ടൂളാണിത്. ഹോൾട്ട് കൊടുത്തതിന് ശേഷം സൈഡിലായിട്ട് എന്തെങ്കിലും ഒരു ക്രാക്ക് പോലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ടൂൾ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം, ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ജിമിക്കിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ജിമിക്ക് ഓരോ റൗണ്ട് ഷേപ്പിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ലോക്കറ്റിൽ നമ്മൾ ചെയ്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റും ചെയ്ത് കൊടുക്കാം. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലൂ കളർ ഞാൻ എടുത്തിട്ട് നമ്മൾ താഴെ കുറച്ച് റൗണ്ട് ചെയ്ത് കൊടുത്തില്ലായിരുന്നോ, ആ ഒരു ഭാഗത്തൊക്കെ ഒന്നിടെ വിട്ടിട്ട് നമുക്ക് ബ്ലൂ കളർ ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത ഭാഗത്തായിട്ട് ചെയ്യണം. ഒരു ഭാഗം വിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അത് നമുക്ക് മറ്റേ കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ബാക്കിയുള്ള കളേഴ്സും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം.
ഇപ്പം ഞാൻ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ താഴത്തെ സ്റ്റിക്ക് ബീഡിന് ഇതുപോലെ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുറേ ഡോട്ട്സ് ഇട്ട് കൊടുത്തില്ലേ, ആ ഒരു ഭാഗത്ത് നമുക്ക് ഗോൾഡൻ കളറാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ജിമിക്കിക്ക് നമ്മളിതാ ഇതുപോലെ തന്നെ റൗണ്ട് കൊടുത്തില്ലേ, ആ ഭാഗത്തൊക്കെ ഇതുപോലെ കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഡോട്ട്സ് ഇട്ട ഭാഗത്തൊക്കെ ഗോൾഡൻ കളർ കൊടുക്കണം. അതുപോലെ സ്റ്റഡിനും ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് നമുക്ക് ആ ഒരു റൗണ്ട് ചെയ്ത ഭാഗത്ത് ഈ ഒരു കളറും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതാ ആ ഒരു ബീഡില്ലേ, നമ്മൾ ജിമിക്കിക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, ആ ഒരു ബീഡും കൂടെ നമുക്ക് ഈ ഒരു കളർ തന്നെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഉണ്ട്. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും.